ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് മീഷോന്ന് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു 346 പീസ് വരുന്ന വിൻറ്റേജ് ജേർണൽ കിറ്റിൻ്റെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ പിക്കിൽ കണ്ടപ്പോൾ കുറച്ചും കൂടെയൊക്കെ വലുതും അതിനകത്ത് ഒരുപാട് സപ്ലൈസൊക്കെ വരുന്നതല്ലേ, അപ്പം കുറച്ചും കൂടെ വലിയൊരു പെട്ടിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് നമ്മുടെ സാധാ ഒരു വലിയ നോട്ട്ബുക്കിൻ്റെ ഒക്കെ ഒരു റേഞ്ചിലുള്ളൊരു പെട്ടി, തീരെ വെയിറ്റ് ഇല്ലാത്തൊരു ഇതുമാണ്. ഞാൻ ജേർണൽ ബുക്കൊക്കെ വരുന്നതല്ലേ എന്ന് വിചാരിച്ചപ്പോൾ കുറച്ചൊക്കെ വെയിറ്റ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാലും ക്വാളിറ്റി വൈസ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. പാക്കിംഗ് ആണെന്നുണ്ടെങ്കിലും അറേഞ്ച്മെൻറ്റ്സും എല്ലാം അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ടൊന്ന് എടുത്ത് നോക്കാം. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിക്കി നോട്ട്സ് ആണ്, പക്ഷേ അതിൻ്റെ ബാക്കിൽ സ്റ്റിക്കി അല്ല, നമ്മൾ ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കുന്ന രീതിയിലുള്ള സ്റ്റിക്കി നോട്ട്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഒരു 20 പീസ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലുള്ള ഒരു സ്റ്റിക്കി നോട്ട്സ് 20 പീസാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് പറഞ്ഞാൽ അതും സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കി നോട്ട്സിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നുള്ള കുറച്ച് കലണ്ടർ സ്റ്റിക്കേഴ്സാണ്. അഥവാ നമ്മൾ ഡേറ്റും അതുപോലെ സെപ്റ്റംബർ ഒക്ടോബർ നമ്മുടെ മന്തൊക്കെ മെൻഷൻ ആക്കിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റിക്കേഴ്സാണ്. ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ പോലുള്ളൊരു അതും ഒരുപാട് പീസ് ഉണ്ടായിരുന്നു. ഒരു 31 പീസോളം ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയുള്ളത് വേറെ ഒരു ടൈപ്പ് സ്റ്റിക്കി നോട്ടാണ്. ഇതിൻ്റെ പുറകിലും ഗമ്മ് തേച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റിക്കി അല്ല, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രിൻറ്റ്, ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നുള്ള ഒരു സ്റ്റിക്കി നോട്ടാണ് കേട്ടോ. എനിക്ക് പക്ഷേ മറ്റേതാണ് കൂടുതൽ ഇഷ്ടമായത്. ഇനി രണ്ട് കുഞ്ഞ് വാശി ടൈപ്പാണ് വന്നിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്ന ഒരു 1 സെൻറ്റിമീറ്ററിലുള്ള കുഞ്ഞ് വാശി ടൈപ്പാണ്. ഞാൻ കുറച്ചും കൂടെയൊക്കെ ഒരു വീതി പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ എന്നാലും കുഴപ്പമില്ല, സംഭവം നല്ല ക്യൂട്ടാണ്. ഒന്ന് പ്ലെയിനുമാണ്, ഒന്ന് കുറച്ച് പ്രിൻ്റ് ഉള്ള രീതിയിലുമാണ്. ഇനി വന്നിട്ടുള്ളത് കുറച്ച് ആർട്ട് പേപ്പർ കാർഡാണ് കേട്ടോ. കൂടെ തന്നെ കുറച്ച് പേപ്പർ ഫ്രെയിംസും വന്നിട്ടുണ്ട്. ഒരു 15 ആർട്ട് പേപ്പർ കാർഡും അതുപോലെ തന്നെ ഫ്രെയിം വന്നിട്ടുള്ളത് ഒരു 5 എണ്ണം വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ജേർണൽ ബുക്കാണ് കേട്ടോ. ജേർണൽ ബുക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി പേജാണ്. പക്ഷേ ഞാൻ അതിൻ്റെ കവർ ഒന്നും കൂടെ നല്ലത് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. ക്വാളിറ്റിയുള്ള പേജസും പിന്നെ അതുപോലെ ഗ്രിഡ് ലൈൻസ് വരുന്ന ആ പേജസും ഒക്കെയാണ്. ഇതിൻ്റെ കവർ ഇതാണ് കേട്ടോ വരുന്നത്. പ്രിൻ്റ് ആയിട്ടുള്ളൊരു കവറാണ്, അത് പേപ്പറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയുള്ളത് കുറച്ച് ഫോൾഡഡ് കാർഡ്സ് ആണ്. അത് ഫോൾഡഡ് കാർഡ്സ് വരുന്നുണ്ട്, നല്ല അടിപൊളി ഫോൾഡഡ് കാർഡ്സ് ആണ്. എനിക്ക് അതെല്ലാതും ഇഷ്ടപ്പെട്ടു. കുറച്ച് പ്ലെയിനും വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രിൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോൾഡഡ് കാർഡ്സ് വരുന്നുണ്ട്. അതിൽ 3 പീസായിട്ട് വരുന്നുണ്ട്. ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്ക്രാപ്പ് ബുക്ക് പേപ്പേഴ്സാണ് കേട്ടോ ഇത്. എനിക്ക് ആ ഫ്ലോറൽ ഇത് വരുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുപോലെ ആ വിൻറ്റേജ് കുറച്ചും കൂടെ ചേഴ്സൊക്കെ വരുന്ന ഇതുകളുണ്ടാവില്ലേ, ഇതാ ഈ ഒരു കൊട്ടടയ്ക്ക് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. സ്ക്രാപ്പ് ബുക്ക് പേപ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയുള്ളതാണ് സ്റ്റിക്കേഴ്സ്. സ്റ്റിക്കേഴ്സിൽ ബട്ടർഫ്ലൈസ് വരുന്നുണ്ട്, അതേപോലെ പ്ലെയിനായിട്ടും നല്ല ഒരു അടിപൊളി സ്റ്റിക്കറാണ് കേട്ടോ. ഇത് നമ്മുടെ സാധാ ഒരു പേപ്പർ സ്റ്റിക്കറല്ല, ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു കവർ സ്റ്റിക്കറാണ് വരുന്നത്. അപ്പോൾ അതെന്തായാലും അടിപൊളിയായിട്ട്. സ്റ്റിക്കേഴ്സ് ചെറുതാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ക്വാണ്ടിറ്റി വരുന്നുണ്ട്.
ഇനി വന്നിട്ടുള്ളത് 2 എൻവലപ്പ് അല്ലെങ്കിൽ ഒരു പോക്കറ്റ് കവർ എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് 2 പീസാണ് വന്നിട്ടുള്ളത്. ഈ പ്ലെയിൻ ആയിട്ടുള്ളത് ഫ്ലവേഴ്സൊക്കെ ഉള്ളത് അതെനിക്കിഷ്ടമായി. മറ്റേതും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കാർഡൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല 2 കവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇനി സൈസ് കുറച്ചും കൂടെ കൂടിയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സാണ് കേട്ടോ. കീറിയിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന ആ സൈസിലുള്ള പാറ്റേൺ പേപ്പേഴ്സാണ്. ആദ്യം കാണിച്ചു തന്ന പാറ്റേൺ പേപ്പേഴ്സ് നമുക്ക് അങ്ങനെ കീറിയിട്ടൊന്നും സിസർ വെച്ച് കട്ട് ചെയ്യാമെന്നല്ലാണ്ട് അല്ലാതെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചീന്തിയിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന പേപ്പേഴ്സ് അല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുള്ള പേപ്പേഴ്സാണ് ഇതൊക്കെ. ഇനി അതിലും കുറച്ചും കൂടെ 3 സൈസിലുള്ള പാറ്റേൺ പേപ്പേഴ്സാണ് വന്നിട്ടുള്ളത്. കുറച്ച് ലാർജ് ആയിട്ടുള്ളത്, പിന്നെ അതിലും മീഡിയം, പിന്നെ സ്മോൾ ആയിട്ടുള്ളത്, അങ്ങനെ 3 സൈസിൽ വന്നിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സാണ് കേട്ടോ. ആ കോഫിയുടെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ പേപ്പറാണ്. പിന്നെ അതുപോലെ ഈ ഒരു ന്യൂസ് പേപ്പർ പ്രിൻ്റ് അങ്ങനെയുള്ളതൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വിൻറ്റേജ് ജേർണൽ കിറ്റ് സപ്ലീസൊക്കെ ഞാൻ പുറത്തുനിന്ന് മേടിക്കുന്നത് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുന്നത്. ഞാൻ ഫുള്ള് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, ഹാൻഡ് മെയ്ഡാണോ നല്ലത് അതോ നമ്മൾ പുറത്തുനിന്ന് സപ്ലീസ് മേടിച്ച് ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കണമെന്നുള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ജേർണലാണ് ചെയ്യുന്നത്. ഇനി ഞാൻ കയ്യിൽ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് നമ്മുടെ ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ വിൻറ്റേജ് ജേർണലിൽ എപ്പോഴും മറക്കാണ്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ഡ്രൈ ഫ്ലവേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഞാനൊരു സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു സ്റ്റിക്കറും പാടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ജേർണലിനും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഒരു ഫ്രണ്ട് പേജ് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്നെങ്കിൽ ഈ മാസം തന്നെ തുടങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ ജനുവരിയിലേ തുടങ്ങുള്ളൂ. പനി ആയതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് ഇങ്ങനെ ഇടറിയിരിക്കുന്നത്. അപ്പോൾ അത് നെവർ മൈൻഡ്. അപ്പോൾ ഇനി നമ്മുടെ വിൻറ്റേജ് ജേർണൽ കിറ്റിനെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പേപ്പേഴ്സാണ്. എല്ലാ പേപ്പേഴ്സും സ്റ്റിക്കേഴ്സ് ആണെങ്കിലും സ്റ്റിക്കി നോട്ടാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. അങ്ങനെ മീഷോന്ന് വിചാരിച്ച ഒരു അത്ര ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് കീറിപ്പോകുന്ന പ്രോഡക്ട്സോ അങ്ങനെയൊന്നുമല്ല, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സാണ്. ആ ഒരു കാര്യത്തിൽ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു നെഗറ്റീവ് അഭിപ്രായങ്ങളുമില്ല. പക്ഷേ നമ്മുടെ ജേർണൽ ബുക്കിൻ്റെ കവർ കുറച്ചും കൂടെ ഒന്ന് വെറൈറ്റി ആക്കാമായിരുന്നു എന്ന് തോന്നി. ഒന്നും കൂടെ ഒരു ലെതർ അങ്ങനെ ഏതെങ്കിലും ഒരു ടച്ചിലൊക്കെ കുറച്ച് ഹെവി ആയിട്ട് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. അത്ര മാത്രമേ ഒരു നെഗറ്റീവ് കണ്ടിട്ടുള്ളൂ. എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ ആക്രി സാധനങ്ങളിൽ നിന്നൊക്കെ എടുത്ത് ചെയ്യുന്ന ജേർണലാണ് കേട്ടോ. അതാവുമ്പോൾ ഒന്നും കൂടെ നമുക്കൊരു ഹാർഡ് വർക്കും ഉണ്ടാവും, നമുക്ക് അതിനോടുള്ളൊരു പാഷനോട് ചെയ്യുമല്ലോ. അപ്പോൾ അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഇഷ്ടമുള്ളവരെന്തായാലും മേടിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് 346 പീസ് വിൻറ്റേജ് ജേർണൽ കിറ്റ് എന്ന് മീഷോയിൽ അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.